ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. രണ്ടാമത് കസ്റ്റഡിയിലെടുത്തത് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി റാമിനെ വിട്ടയച്ചതിന് പിന്നാലെയാണ്. കോടതിയിൽ നടന്നത് നാടകീയ രംഗങ്ങളാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടെന്ന് കോടതിയും വലിയ വിമർശനം ഉന്നയിച്ചു. വിവരങ്ങളുമായി സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. സന്തോഷ്, നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് കോടതിയിൽ നടന്നത്. കാരണം റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു. അറസ്റ്റ് നിയമപരമല്ല എന്ന് റാമിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നു. തുടർന്ന് റാമിനെ കോടതി വിട്ടയക്കുന്നു. ഇതിന് തൊട്ട് പിന്നാലെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് സംഭവം? അക്ഷയ്, ഇന്ന് ഈ ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടതിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് ഉണ്ടായത്. കാരണം ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ് ഡോക്ടർ റാമിനെ കോടതി ഈ വിട്ടയക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഈ പ്രതിയെ ബോധ്യപ്പെടുത്തുകയും അത് രേഖാമൂലം തന്നെ അക്കാര്യം കൃത്യമായി അറിയിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ റാമിനെ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ ഡോക്ടർ എം കെ റാമിൻ്റെ അഭിഭാഷകൻ ഈ അറസ്റ്റ് നിയമപരമല്ലെന്നും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്നും നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധികളുടെ അടിസ്ഥാനത്തിൽ ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതും കോടതിയെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം കോടതി ഈ വാദങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷം അതിനുശേഷം വൈകുന്നേരം സന്ധ്യയോടുകൂടിയാണ് ചേംബറിൽ നിന്നും ഈ ജഡ്ജിയുടെ ചേംബറിൽ വെച്ച് ഈ ഉത്തരവ് ഇറക്കുന്നത്. അറസ്റ്റ് നിയമപരമല്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ എം കെ റാമിനെ വിട്ടയക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. എന്നാൽ ഈ അറസ്റ്റ് നിയമപരമല്ലെന്ന് കണ്ടെത്തി വിട്ടയച്ചതിന് തൊട്ടു പിന്നാലെ ഡോക്ടർ റാമി കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴി പോലീസ് വീണ്ടും എത്തി ഡോക്ടർ റാമിനെ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി. അതായത് ഡോക്ടർ റാമും ഭാര്യയും ഉണ്ടായിരുന്നു. ആ ഭാര്യ പറയുന്നത് അവരുടെ കൈ തട്ടി മാറ്റി ഡോക്ടർ റാമിനെ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി അവിടെ നിന്നും കൊണ്ടുപോയതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലാണ് ഡോക്ടർ എം കെ റാം ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഡോക്ടർ റാമിൻ്റെ അഭിഭാഷകനും കുടുംബവും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോടതിക്കെതിരെ പോലീസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് കോടതിയെ ലക്ഷ്യമാണ്. കോടതി വിട്ടയച്ച പ്രതിയെ പിന്നീട് നോട്ടീസ് നൽകി നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത്. പോലീസിൻ്റെ നീക്കങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരുപക്ഷെ ഡോക്ടർ റാമിനെ നോട്ടീസ് നൽകി പറഞ്ഞയക്കും അല്ലെങ്കിൽ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത്. ഇപ്പോൾ വീണ്ടും റാം ഈ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. അക്ഷയ്, ശരി. എന്തായാലും ഡോക്ടർ റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. എന്തായാലും റാമിനെ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു. റാമിന്റെ അറസ്റ്റ് നിയമപരമല്ല എന്ന് റാമിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കോടതി തീരുമാനമെടുത്ത് റാമിനെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. റാം പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ് നീങ്ങിയത്. എന്തായാലും ദുരൂഹതകൾ എന്താണ് സംഭവിച്ചതെന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നടക്കം വിശദീകരണം വരേണ്ടതുണ്ട്. സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.